ഹായ് ഓൾ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആർട്ടിക്കിൾ 19 വരെയാണ് പഠിച്ചത്. അപ്പം 20 തൊട്ട് നമ്മൾ ടെലഗ്രാമിലൊന്ന് എടുത്തിരുന്നു, എന്നാലും നമ്മൾ യൂട്യൂബിലും കൂടെ അത് എടുക്കുകയാണ്. അപ്പം കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾ റിവിഷനായിട്ട് ഉപയോഗിക്കുക, അല്ലാത്തൊരു നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ. അപ്പം ആർട്ടിക്കിൾ 20 എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് കൺവിക്ഷൻ ഫോർ ഒഫൻസസ് ആണ്. അതായത് കുറ്റകൃത്യം ചെയ്തവർക്കുള്ള സംരക്ഷണമാണ് ഇതിൽ പറയുന്നത്, ആർട്ടിക്കിൾ 20 പറയുന്നത്. അപ്പൊ ഈ ആർട്ടിക്കിൾ 20 നമുക്ക് എമർജൻസി സമയത്ത് പോലും സസ്പെൻഡ് ചെയ്യാൻ സാധിക്കാത്തതാണ്. ഓക്കെ. അപ്പൊ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ആർബിട്രറി ആൻഡ് എക്സസീവ് പണിഷ്മെന്റ് ടു ആൻ അക്യൂസ്ഡ് പേഴ്സൺ. അപ്പൊ ഈ പറയുന്ന അക്യൂസ്ഡ് പേഴ്സൺ, അതായത് കുറ്റാരോപിതനായിട്ടുള്ള വ്യക്തിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ആർട്ടിക്കിൾ 20 കൊണ്ടുവന്നേക്കുന്നത്. ഓക്കെ. അത് എന്താണ്, നമ്മുടെ എമർജൻസി സമയത്ത് പോലും സസ്പെൻഡ് ചെയ്യാൻ സാധിക്കാത്തതുമാണ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾ 19 20 എന്താണ്, ഈ ഒരു സമയത്ത് സസ്പെൻഡ് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഈ ഒരു ആർട്ടിക്കിൾ 20 ആർക്കൊക്കെ ബാധകമാണ് എന്ന് ചോദിച്ചാൽ ബോത്ത് സിറ്റിസൺസ് ആൻഡ് ഫോറിനേഴ്സ്. എന്താണ്, നമ്മുടെ ഇന്ത്യൻ പൗരന്മാർക്കും ഫോറിനേഴ്സും ഒരേപോലെ ബാധകമായിട്ടുള്ള കാര്യമാണ് ആർട്ടിക്കിൾ 20 എന്ന് പറയുന്നത്. ഓക്കെ. ഇവിടെ നമ്മുടെ ഇന്ത്യൻ പൗരനെയോ അല്ലെങ്കിൽ ഒരു ഫോറിനറിനെ ജയിലിൽ കൊണ്ടിട്ടിട്ട് ഫോറിനറിനെ അടിച്ചു കൊല്ലാം, ഇന്ത്യക്കാരനെ അടിച്ചു കൊല്ലാൻ പറ്റൂല, അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഒരേ കണക്കാണ്, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് പറയുന്നതിനൊക്കെ എന്താണ്, ഈ ഒരു പ്രൊട്ടക്ഷന്റെ കാര്യത്തിലും എല്ലാവരും ഈക്വൽ ആണ്. ഇപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും, ഇത് ഏത് സംഭവമാണ് നമ്മൾ പഠിക്കുന്നതെന്ന്. നമ്മൾ ലക്ഷ്മികാന്തിന്റെ ക്യാപ്സൂളാണ് കേട്ടോ. ലക്ഷ്മികാന്ത് ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്ന ബുക്കിനകത്ത് ചവറ് പോലെയാണ് കാര്യങ്ങൾ കിടക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള പോയിന്റ്സ് മാത്രമായിട്ടുള്ള ക്യാപ്സൂൾ നോട്ടാണിത്. ഇത് മസ്റ്റായിട്ട്, ഇതിനകത്തുള്ള പോയിന്റ്സ് എല്ലാം മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചേക്കാം. ഓക്കെ. ഇനി അടുത്ത നമ്മുടെ ആർട്ടിക്കിൾ 20 എക്സ്പ്ലനേഷൻ ആണ് പറയുന്നത്. ആർട്ടിക്കിൾ 20 സബ് ക്ലോസ് 20 ക്ലോസ് 1, 20 ക്ലോസ് 2, 20 ക്ലോസ് 3, ഇത് 3 നമ്മൾ പഠിച്ചിരിക്കണം. അപ്പൊ 20 ക്ലോസ് 1 എന്താണ്, നോ എക്സ്പോസ്ഡ് ഫാക്ടോലോ, എന്താണ്, നമ്മുടെ മുൻകാല പ്രാബല്യത്തോടെ എന്താണ്, ശിക്ഷിക്കാൻ പാടില്ല. അതായത് ഒരു നിയമം വന്നു, ഓക്കെ, ഒരു നിയമം വന്നു, ഇന്നാണ് ഒരു നിയമം വന്നത്, എന്താണ്, ഹെൽമെറ്റ് വെക്കുക, ഹെൽമെറ്റ് വെക്കാത്തവർക്ക് എന്താണ്, ജയിൽ ശിക്ഷ അല്ലെങ്കിൽ ഒരു 5 വർഷത്തെ ശിക്ഷ എന്നൊരു നിയമം വന്നു എന്ന് നിങ്ങൾ വിചാരിക്കാം. ഓക്കെ. ഇത് ഇന്ന് വരികയാണെങ്കിൽ ഇന്ന് തൊട്ട് അങ്ങോട്ടുള്ളവർക്കാണ് ഈ ഒരു നിയമം ബാധകമായിട്ടുള്ളത്. അല്ലാതെ ഇന്നലെ ഒരാളെ പെറ്റി കേസ് അടിച്ച് ഹെൽമെറ്റിന് പിടിച്ചായിരുന്നു, കഴിഞ്ഞ ആഴ്ച ഒരാളെ പിടിച്ചിരുന്നു, അവർക്കൊന്നും എന്താണ് ഈ പുതിയ വന്ന നിയമം ബാധകമായിരിക്കില്ല. ഓക്കെ. അതാണ് മുൻകാല പ്രാബല്യത്തോടെ എന്താണ് അവരെ കുറ്റം ചെയ്തെന്നൊന്നും പറയാനായിട്ട് പറ്റൂല. നോ പേഴ്സൺ ഷാൽ ബി കൺവിക്റ്റഡ് ഓഫ് എനി ഓഫൻസ് except for the violation of law in force at the time of commencement of crime. ഓക്കെ. ഇത് എന്താണ്, ക്രിമിനൽ ലോസിന് മാത്രമേ ആപ്ലിക്കബിൾ ആയിട്ട് ഉള്ളൂ. ഓക്കെ. ഇനി അടുത്ത 20 ക്ലോസ് 2 ആണ് പറയുന്നത്. ഇതെന്താണ്, നോ ഡബിൾ ജിയോപാഡി, അതായത് ഒരാളെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല. നോ പേഴ്സൺ ഷാൾ ബി പ്രോസിക്യൂട്ടഡ് ആൻഡ് പണിഷ്ഡ് ഫോർ ദ സെയിം ഒഫൻസ് മോർ ദാൻ വൺസ്. അപ്പൊ എന്താണ്, ഒന്നിൽ കൂടുതൽ തവണ ഒരാളെ ഒരു കുറ്റത്തിന് വിചാരണ ചെയ്യാനോ ശിക്ഷിക്കാനോ പാടില്ല എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 20 ക്ലോസ് 2 പറയുന്നത്. ഓക്കെ. നോ ആപ്ലിക്കബിൾ ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് കോഡ്സ്, എന്താണ്, അഡ്മിനിസ്ട്രേറ്റീവ് കോഡ്സിൽ ഇത് ആപ്ലിക്കബിൾ ആയിരിക്കില്ല. ഓക്കെ. ഇനി അടുത്തത് 20 ക്ലോസ് 3. 20 ക്ലോസ് 3 എന്താണ് പറയുന്നത്, നോ സെൽഫ് ഇൻക്രിമിനേഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഒരാൾ കുറ്റം ചെയ്തു അല്ലെങ്കിൽ ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന ഒരു വ്യക്തി, നമുക്കറിയാം ഒരാളെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരാൾ എന്ന് പറയുന്നത് കുറ്റാരോപിതനാണ്, കുറ്റം ചെയ്തു എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുമോ? ഒരു സാഹചര്യ തെളിവ് കാരണം ഈ ഒരു വ്യക്തിനെ എന്താണ്, കുറ്റാരോപിതൻ എന്ന് പറയാം. ഇദ്ദേഹത്തിന്റെ എതിരെയുള്ള തെളിവുകൾ ഉണ്ടെങ്കിലേ ഇദ്ദേഹം തന്നെയാണോ ആ ഒരു കുറ്റം ചെയ്തത് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ എന്താണ്, ആ ഒരു വ്യക്തിനെ ഇപ്പൊ സംശയമുള്ള ഈ ഒരു വ്യക്തിയെ കൊണ്ട് ഇയാൾക്കെതിരെയുള്ള തെളിവുകൾ നൽകണം എന്ന് പറഞ്ഞ് അങ്ങനെ പറയാനായിട്ട് പാടില്ല. നോ പേഴ്സൺ അക്യൂസ്ഡ് ഓഫ് എനി ഒഫൻസ് ഷാൽ ബി കമ്പൽഡ് ടു ബി വിറ്റ്നസ് എഗെയിൻസ്റ്റ് ഹിംസെൽഫ്. അദ്ദേഹത്തിന് തന്നെ എതിരെയുള്ള ഒരു സാക്ഷിയായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെയുള്ള ബ്ലഡ് സാമ്പിൾസ്, സിഗ്നേച്ചർ, തമ്പ് ഇംപ്രഷൻ, അങ്ങനെയുള്ളതൊക്കെ അദ്ദേഹത്തെ കൊണ്ട് തന്നെ അവിടെ ക്രിയേറ്റ് ചെയ്യിക്കാൻ അങ്ങനെയുള്ള പരിപാടികളൊന്നും
നടക്കില്ല. ഇത് ക്രിമിനൽ പ്രൊസീഡിങ്സിൽ മാത്രമായിരിക്കും ഈ ഒരു ആർട്ടിക്കിൾ ബാധകമായിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ ആർട്ടിക്കിൾ 20 നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ഒരു കാര്യം നല്ല രീതിയിൽ പഠിച്ചു വെച്ചേക്കുക. ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് തൽക്കാലം നിങ്ങൾക്ക് ആവശ്യമില്ല. അഥവാ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് മെയിൻസിനായിരിക്കും ആവശ്യം വരിക. മെയിൻസിന് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അന്നേരം എടുക്കാം. ഈ പരോളിന്റെ കാര്യമൊന്നും നിങ്ങൾ ഇപ്പോൾ പഠിക്കേണ്ട. അപ്പം ഇത്രയാണ് ആർട്ടിക്കിൾ 20 ഇത്രയാണ് പഠിക്കാനായിട്ടുള്ളത്. ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത പാർട്ടുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.